ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് പേ ബാക്ക് എപ്പിസോഡ് 5 ആണേ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സണ്ണീനെയാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ അവൻ്റെ ബോസിൻ്റെയൊക്കെ കൂടി ഒന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് കുറച്ച് പുതിയ പിള്ളേർ വന്നിട്ടുണ്ട്, അവരാണെങ്കിൽ കുറച്ച് വാശിക്കാരാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലൊരു ബോസ് പറയാണ്, അങ്ങനെയുള്ള പയ്യന്മാരാ എൻ്റെ ടൈപ്പെന്ന് അയാൾ പറയാണ്. അങ്ങനെ ഇവരാണെങ്കിൽ അവിടെ നിന്ന് ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സണ്ണിയുടെ പ്ലാൻ ആയിരുന്നു, ഈ സണ്ണിനെ ഇവരുടെ അടുത്തേക്ക് വിടാനുള്ള. അങ്ങനെ ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ എപ്പിസോഡ് 5 സ്റ്റാർട്ടാവുന്നത്. അങ്ങനെ ആ ബോസ്സുമാരാണെങ്കിൽ സണ്ണിൻ്റെ അടുത്ത് പറയാണ്, നീ ഞങ്ങളെ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ നീ പിന്നെ ഈ ഇൻഡസ്ട്രിയിലേ ഉണ്ടാവില്ല, അതുമാത്രമല്ല നിൻ്റെ മാനേജറും നിൻ്റെ കൂടെ തന്നെ ഈ ഇൻഡസ്ട്രി വിടേണ്ടി വരുമെന്നൊക്കെ അയാളാണെങ്കിൽ ഇങ്ങനെ സണ്ണിനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ സണ്ണ് അതൊന്നും കേൾക്കത്തില്ല എന്ന് മനസ്സിലാവുമ്പോൾ ഇവർ തോക്കെടുത്ത് സണ്ണിനെ ഭീഷണിപ്പെടുത്തുക. അപ്പോൾ സണ്ണിനാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ സണ്ണാണെങ്കിൽ അവൻ്റെ ദേഷ്യം ഇങ്ങനെ കൺട്രോൾ ചെയ്തിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് ഒരു ചെറുക്കനാണെങ്കിൽ ഓടി വരുന്നത് കേട്ടോ. എന്നിട്ട് അവിടെ ഒരു സൗണ്ടും കേൾക്കുന്നുണ്ട്. അങ്ങനെ ആ ചെറുക്കൻ വന്നിട്ട് പറയാണ്, അയ്യോ ഇവിടെ ബിൽഡിങ്ങിൽ തീ പിടിച്ചു, പെട്ടെന്ന് എല്ലാവരും ഓടി രക്ഷപ്പെട്, തീ പിടിച്ച് എല്ലാവരും ഓടിക്കോ എന്നൊക്കെ പറഞ്ഞ് ആ ചെറുക്കനാണെങ്കിൽ അവിടെ നിന്നുള്ള എല്ലാവരെയും ഓടിക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് നമ്മുടെ സണ്ണിനെ ആണെങ്കിൽ രക്ഷിച്ചുകൊണ്ട് വരുവാണ് ആ ചെക്കൻ. അങ്ങനെ വെളിയിൽ വന്നിട്ട് സണ്ണ് ചോദിക്കുകയാണ്, തീ പിടിച്ചിട്ട് ഇവിടെ പുകയൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആ ചെറുക്കൻ പറയാണ്, അന്നേ അതൊരു ഫാൾസ് അലാം ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചെറുക്കൻ അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ എന്തുവാ, അവിടെ നമ്മുടെ കാറിൽ നമ്മുടെ ജയ് ഇരിക്കുന്നു കേട്ടോ. അങ്ങനെ ജയിനെ കണ്ടതും നമ്മുടെ സണ്ണിന് ഏകദേശം കാര്യം മനസ്സിലായി, ഈ ഫയർ എങ്ങനെയാണ് വന്നതെന്ന്. എന്നിട്ട് ജയ് പറയുന്നുണ്ട്, വന്ന് കയറ്, അതോ നീ പിന്നെയും തിരിച്ച് അവരുടെ അടുത്തേക്ക് തന്നെ പോകാനായിട്ട് നിൽക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ സണ്ണാണെങ്കിൽ കാറിൽ ചെന്ന് കയറുന്നുണ്ടേ. അങ്ങനെ കാറിലിരുന്നുകൊണ്ട് ജയ് പറയാണ്, നിന്നെ ഞാൻ ഇന്ന് സഹായിച്ചതിനും കൂടെ ചേർത്ത് ഒരു 50,000 ഞാൻ നിൻ്റെ ഡെപ്റ്റിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ നീ എനിക്ക് തരാനുള്ളത് 305 ബാത്ത് എന്നിങ്ങനെ ഇരുന്ന് പറയുവാണ്. അങ്ങനെ ഇത് കേട്ടിട്ട് ഇതൊക്കെ എന്തെന്നുള്ള മട്ടിലിരിക്കുകയാണ് നമ്മുടെ സണ്ണ്. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട് അവരൊക്കെ ആരാന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിന് മറുപടി അറിയാതെ നമ്മുടെ ജയ ആണെങ്കിൽ ചോദിക്കുകയാണ്, നിനക്ക് ഞാൻ ലാസ്റ്റ് തന്ന സ്ക്രിപ്റ്റ് നീ വായിച്ചായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ വായിച്ചു, അത് കുറച്ചുകൂടെ വിയേർഡ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണെന്ന് അവൻ പറയുകയാണ്. അവൻ പറയണ ആ സ്ക്രിപ്റ്റിൽ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ജയ പറയണ ആ സ്ക്രിപ്റ്റ് അങ്ങനെ ആവാൻ കാരണം ഇവരെപ്പോലുള്ള ആളുകളാണ്, അവർ ഒറിജിനൽ സ്ക്രിപ്റ്റിന് യാതൊരു വാല്യൂവും കൊടുക്കത്തില്ല, അവരുടെ പൈസ വെച്ച് അതെല്ലാം മാറ്റിയെടുക്കുമെന്ന് പറയുകയാണ്. അടുത്ത സീനിൽ സണ്ണീനെയാണ് കാണിക്കുന്നത്. സണ്ണീൻ്റെ അടുത്താണെങ്കിൽ ഫോണിൽ വിളിച്ച് ബാറിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പം അയാൾ പറയാണ്, ഇതെനിക്ക് അവിടെ ഒരു ഫയർ ആക്സിഡൻറ്റ് നടന്നു, അപ്പം നമ്മുടെ പ്ലാനൊന്നും വർക്കൗട്ട് ആയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്നതും സണ്ണിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് അയാൾ പറയാണ്, ആ ഒരു ഫയർ ആക്സിഡൻറ്റിൽ പിന്നെ അവൻ എങ്ങോട്ട് പോയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, അവൻ മിസ്സായി പോയെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്ക് ഇവൻ നല്ല ദേഷ്യം വരുന്നുണ്ട്. പറയുന്നുണ്ട് അവനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്താക്കണം, അതിന് വേണ്ടിയിട്ട് അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ജെയിനെയും സണ്ണിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവരാണെങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ജയ് ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ ഒരു ക്യാൻഡി വേണോ, ഇവിടെ സ്മോക്കിംഗ് അലൗഡ് അല്ല, അതുകൊണ്ട് നീ ഇത് കഴിച്ചു നോക്ക്, നല്ല സ്വീറ്റാന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ ഒരു മൈൻഡും ഇല്ല കേട്ടോ. എന്നിട്ട് ജയ് ചോദിക്കുവാണ്, ഇപ്പം നിനക്ക് മനസ്സിലായി കാണുമല്ലോ ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാന്ന്, അതിന് നീ അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് നമ്മുടെ സണ്ണിൻ്റെ അടുത്ത്, നിൻ്റെ അടുത്ത് അവർ ഇത്രയൊക്കെ ചെയ്തിട്ട് നിനക്ക് ദേഷ്യമൊന്നും വരുന്നില്ലേ, നിനക്ക് സങ്കടമോ അല്ലെങ്കിൽ കരച്ചിലോ ഒന്നും വരുന്നില്ലേ, നിനക്ക് സത്യത്തിൽ ഒന്നും ഫീൽ ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ ഇങ്ങനെ എന്തോ ഓർത്തിട്ട് ഇങ്ങനെ മനസ്സിൽ പറയാണ്, എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെയൊക്കെ മരണത്തിന് കാരണം ഞാനാണ്, എനിക്ക് അവരുടെ ആ ഒരു മരണത്തെ ഓർത്ത് ദുഃഖിക്കാനുള്ള ഒരു റൈറ്റും ഇല്ല എന്നിങ്ങനെ അവനിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ അവൻ്റെ പഴയ ഓർമ്മകളിലോട്ട് ചിന്തിച്ച് നിൽക്കുന്ന സണ്ണിനെ പിടിച്ചിട്ട് നമ്മുടെ ജയ ആണെങ്കിൽ പറയാണ്, നീ എൻ്റെ കൂടെ ഉള്ളപ്പോൾ നീ എന്നെപ്പറ്റി മാത്രം ചിന്തിക്കണമെന്നും പറഞ്ഞിട്ട് അവൻ്റെ വായിലാണെങ്കിൽ ആ ഒരു ക്യാൻഡി ഇങ്ങനെ വെച്ച് കൊടുക്കുവാണേ. അങ്ങനെ ക്യാൻഡി മാത്രമല്ല കേട്ടോ കൊടുക്കുന്നത് ജി സണ്ണിന്. സണ്ണ് പോലും ഓർക്കാതെ പെട്ടെന്ന് സണ്ണിനെ പിടിച്ചിട്ട് ഒരു കിസ്സങ്ങ് കൊടുക്കുവാണേ. അതൊരു ഡീപ്പായിട്ടുള്ളൊരു കിസ്സാണേ. എന്നിട്ട് ചോദിക്കുവാണ് ജയ് സണ്ണിനോട്, ഇപ്പം നീ എന്താ ഫീൽ ചെയ്യുന്നതെന്ന് ചോദിക്കുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് സ്വീറ്റ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അവനാണെങ്കിൽ എന്തോ പറയാൻ വരുമ്പോഴത്തേക്കും ജയ് പറയാണ്, ഇത് സ്വീറ്റ് അല്ല എന്ന് മാത്രം നീ പറയരുത്, ഇനി വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴാണെങ്കിലും നീ ഈ ഒരു സ്വീറ്റ്നെസ് എപ്പോഴും ഓർത്തിരിക്കണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയുകയാണ്, ഇനിയുള്ള ടൈമിൽ ഇനി നീ ഒന്നും ഫീൽ ചെയ്യാതിരിക്കുന്ന സമയത്ത് എപ്പോഴും നീ ഇതിനി ഓർക്കണമെന്ന് പറയുകയാണ്. എന്നിട്ട് അവനെ വീട്ടിലോട്ട് കൊണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, ഇതാണോ നിൻ്റെ വീടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുകയാണ്, ഇല്ല ഇതെൻ്റെ വീടല്ല, ഇവിടെ ഞാൻ റെൻറ്റിനാണെന്ന് പറയുകയാണ്.
എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെ അവർക്ക് മറുപടി കൊടുക്കുന്നതെന്ന് കാണാനായിട്ട് ഞാൻ വെയിറ്റിംഗ് ആണെന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ മാനേജറിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ മാനേജറിൻ്റെ അടുത്താണെങ്കിൽ ഒരു പെണ്ണ് വന്നിട്ട്, മാനേജർ കജോൺ ഇപ്പോഴും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ, കുറേ നാളായല്ലോ ഞാൻ കണ്ടിട്ട്, ഞാൻ ശരിക്കും സർപ്രൈസിങ് ആണ്, ഇപ്പോഴും നിങ്ങളിവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിഞ്ഞിട്ട്, നിങ്ങളെ ഇപ്പോഴും ആരും മൈൻഡൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ നമ്മളെ മാനേജറിനെ ഇട്ടങ്ങ് വെറുപ്പിക്കുവാണേ. അങ്ങനെ ഈ പെണ്ണാണെങ്കിൽ സണ്ണിയുടെ പുതിയ മാനേജറാണ്. അപ്പം ഈ പെണ്ണ് പറയാണ്, സണ്ണി നിങ്ങളെ വിട്ട് എൻ്റെ അടുത്ത് വന്നതിന് ശേഷം നിങ്ങളുടെ പുതിയ പയ്യന്മാരാരും ഒരു പ്രോജക്റ്റിലും വന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാനേജറിനെ ഇങ്ങനെ കളിയാക്കുവാണേ. മാനേജറാണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ പോകാനായിട്ട് വരുമ്പോഴത്തേക്ക് ആ പെണ്ണ് പറയാണ്, നിങ്ങളുടെ പുതിയ കിഡ്സ് ഏതെങ്കിലും പ്രോജക്റ്റിൽ വന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഉടനെ തന്നെ ഇവിടുന്ന് പോകേണ്ടി വരുമെന്ന് പറയാണ്. അത് കഴിഞ്ഞ് മാനേജർ കാറ്റി എന്ന് പറഞ്ഞൊരു പെണ്ണിനെ കാണാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ ഒരു പുതിയ പ്രോജക്റ്റിനെ പറ്റി സംസാരിക്കാനാണ് വന്നേക്കുന്നത്. അങ്ങനെ ആ പെണ്ണാണെങ്കിൽ അവരുടെ പെർഫ്യൂമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ആഡാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് അവരാണെങ്കിൽ പരസ്പരം കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നമുക്ക് നാളെ പിന്നീട് ആ ഒരു കോൺട്രാക്റ്റ് നമുക്ക് ഉടനെ തന്നെ സൈൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൈയൊക്കെ കൊടുത്തവരങ്ങ് പിരിയുവാണേ. അങ്ങനെ മാനേജറാണെങ്കിൽ വെളിയിലൊക്കെ വന്നിട്ട് സന്തോഷം കൊണ്ട് അവിടെ ചാടി തുള്ളുവാണ് കേട്ടോ. കാരണം ആദ്യമായിട്ട് കിട്ടാൻ പോകുന്ന പുതിയൊരു പ്രോജക്റ്റ് അല്ലേ. അപ്പം പുള്ളിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി. അങ്ങനെ പുള്ളിയാണെങ്കിൽ ഓടിച്ചാടി വരുവാണിങ്ങനെ. അത് കഴിഞ്ഞ് സണ്ണിനെയാണെങ്കിൽ കാണിക്കുന്നത്. സണ്ണാണെങ്കിൽ ആ തലേ ദിവസത്തെ ആ ഒരു കിസ്സിൻ്റെ ആ ഒരു എഫക്റ്റിൽ നിന്ന് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. അവനാണെങ്കിൽ ഇപ്പോഴും ആ ഒരു കിസ്സിനെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അവനാണെങ്കിൽ അവൻ്റെ കൈ കൊണ്ട് അവൻ്റെ ലിപ്സിലൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് ചെറുക്കന് ബോധം വരുന്നത്. എന്നിട്ട് അവനതെല്ലാം മാറ്റി വെച്ചിട്ട് പിന്നെ സ്ക്രിപ്റ്റൊക്കെ ഇരുന്ന് വായിച്ച് നോക്കുവാണേ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സ്കൈ വരുന്നത്. അവനും അത്യാവശ്യം സന്തോഷത്തിലാണ്. എന്നിട്ട് അവനാണെങ്കിൽ സണ്ണിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇത് കണക്ക് ഒരു ഓഡീഷൻ ഉണ്ട് സ്റ്റേജ് പ്ലേയുടെ. അപ്പോൾ അതിൽ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഓഡീഷൻ ഞാൻ പാസ്സായി കഴിഞ്ഞാൽ എനിക്ക് ഡ്രീമിലെ ഒരു ലീഡ് ആക്ടറായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് എനിക്ക് സൈൻ ചെയ്യാൻ പറ്റും. അത് വലിയൊരു പ്രോജക്റ്റാണെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നിട്ട് സണ്ണും സ്കൈനെ വിഷ് ചെയ്യുന്നുണ്ട് ഓഡീഷൻ പാസ്സാകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവനാണെങ്കിൽ കുറച്ച് നെർവസാണ് അത്യാവശ്യം. കാരണം അവിടെ ക്യാമറ ഉണ്ടോയെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പം മാനേജർ വന്നിട്ട് പറയുന്നുണ്ട്, അവിടെ ക്യാമറയൊന്നും ഇല്ല, നീ ടെൻഷൻ ആവണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മാനേജർ പറയാണ് സണ്ണിൻ്റെ അടുത്ത്, നിനക്കൊരു പുതിയൊരു കോൺട്രാക്റ്റ് കിട്ടിയിട്ടുണ്ട്, അതൊരു ആഡിൻ്റെ ഷൂട്ടാണ്, അപ്പം അത് നീയാണ് ചെയ്യുന്നത്, നിൻ്റെ ഫോട്ടോസ് അവർക്ക് ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറയണം. അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റ് നമ്മൾ ഉടനെ തന്നെ സൈൻ ചെയ്യുമെന്ന് പറയണം. അപ്പോൾ ഇത് കേട്ടതും സ്കൈക്കാണെങ്കിൽ ശരിക്കും സന്തോഷമാണ്. അങ്ങനെ സ്കൈ ആണെങ്കിൽ ഓടിപ്പോയി സണ്ണിനെ കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് മാനേജർ, നിങ്ങൾ രണ്ടുപേരും എൻ്റെ സൂപ്പർ സ്റ്റാറാന്നൊക്കെ പറഞ്ഞിട്ട് അവർ മൂന്നുപേരും ഹാപ്പി ആവുകയാണേ. അങ്ങനെ അടുത്ത സീനിൽ സണ്ണിൻ്റെ ആ ഒരു ആക്ടിങ് ക്ലാസ്സാണ് കാണിക്കുന്നത്. അപ്പോൾ അവനാണെങ്കിൽ അവൻ്റെ അടുത്തിരിക്കുന്ന ചുറ്റുമുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. കാരണം അവൻ്റെ ആ ഒരു ക്യാമറയൊക്കെ നശിപ്പിച്ച് ആരാന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ അവരാണെങ്കിൽ ഡൗട്ടോടെ ഓരോരുത്തരെയും ഇങ്ങനെ നോക്കുവാണേ. എന്നിട്ട് അതിലൊരുത്തനാണെങ്കിൽ വന്ന് നമ്മുടെ സണ്ണിനെ പറ്റിയിട്ട് കുറേ മോശമൊക്കെ പറയുകയാണ്. എന്നിട്ട് അവൻ്റെ ചെവിയിൽ വന്നിട്ട് പറയുകയാണ്, നിനക്ക് വേണ്ടിയിട്ട് ഞാനൊരു പ്ലാൻ കരുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ടീച്ചർ വരുന്നത്. അങ്ങനെ അവരാണെങ്കിൽ അവരുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് സണ്ണാണെങ്കിൽ അവൻ്റെ ടീഷർട്ട് പൊക്കി ഇങ്ങനെ നോക്കുന്നുണ്ട്, അവൻ്റെ ആ ഒരു ചതവും കാര്യങ്ങളൊക്കെ. എന്നിട്ട് അവൻ മനസ്സിലെന്തോ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടേ. അങ്ങനെ അടുത്ത സീനിൽ ജിമ്മാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം അവിടെ ഇരുന്നുകൊണ്ട് ആ ചെറുക്കനാണെങ്കിൽ പറയാണ്, ഇത്തവണ ഞാൻ അവന് ശരിക്ക് കണക്കിന് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സണ്ണിനെ പറ്റിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറയണം. അപ്പോഴാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ കോച്ച് പറയുന്നുണ്ട്, ഇന്ന് നമുക്ക് ലൈറ്റായിട്ടുള്ള ഒരു പ്രാക്ടീസൊക്കെ മതി എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്നതും ആ ചെറുക്കൻ പറയുന്നുണ്ട്, അതൊന്നും പറ്റത്തില്ല, അങ്ങനെ ലൈറ്റായിട്ടുള്ള പ്രാക്ടീസൊന്നും ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയുകയാണ്. അപ്പോൾ ബാക്കിയുള്ള പയ്യന്മാരും അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സണ്ണിനോന്ന് ചോദിക്കുമ്പോഴത്തേക്കും സണ്ണിനും അത് പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, പക്ഷേ എൻ്റെ ബോഡി ഹേർട്ടൊന്നും ആവാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഇവനെ കളിയാക്കുവാണ്, അയ്യോ നീ എന്തൊരു പേടിത്തൊണ്ടനാ, ലാസ്റ്റ് ടൈം നീ ഇറങ്ങി കയറിയപ്പോഴത്തേക്കും നീ പേടിച്ചു പോയോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സണ്ണിനെ കളിയാക്കണം. അപ്പോൾ സണ്ണ് പറയാണ്, ഞാനിപ്പോൾ ഒരു പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനായിട്ട് പോവുകയാണ്, അപ്പം എൻ്റെ ഫേസിലൊന്നും പാടൊന്നും വരാൻ പാടില്ല, അങ്ങനെ വന്നാൽ എനിക്കത് റിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, അപ്പം നീ അതിന് റെസ്പോൺസിബിൾ ആയിരിക്കും എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ചെറുക്കൻ പറയുകയാണ്, അത് നീ പേടിക്കണ്ട, അതെൻ്റെ ഡാഡ് ആ കമ്പനിയായിട്ട് സംസാരിച്ചോളും, നിൻ്റെ ഫേസിൽ എന്തെങ്കിലും മാർക്കോ വല്ലതും വന്നാൽ അവർ നിന്നെ ഫയറൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ അവൻ പറയുകയാണ്. അങ്ങനെ ആ ചെറുക്കൻ പറയുന്നുണ്ട്, പിന്നീട് നീ എനിക്കെതിരെ പരാതിയൊന്നും കൊടുക്കരുത്, ഞാനാ നിന്നെ അടിച്ചതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സണ്ണാണെങ്കിൽ ടീച്ചേഴ്സിൻ്റെ അടുത്തും പറയുന്നുണ്ട്, ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ എന്ത് നടന്നാലും അതിന് പ്രത്യേകിച്ച് പണിഷ്മെൻ്റ് ഒന്നും തരാനൊന്നും പാടില്ല, അത് കമ്പനിയിൽ റിപ്പോർട്ടൊന്നും ചെയ്യാൻ പാടില്ല എന്ന് അവരുടെ അടുത്തും ഉറപ്പ് വാങ്ങുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം ആണെങ്കിൽ ആ ചെറുക്കനെ കൊണ്ടും ഒന്നുകൂടെ ഒന്ന് പറയിപ്പിച്ച് അത് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ, പ്രൂഫിന് വേണ്ടിയിട്ട്. അങ്ങനെ സണ്ണാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ആ ഒരു ചെറുക്കനെ ആദ്യമേ തന്നെ സെലക്ട് ചെയ്യുകയാണ് അവൻ്റെ ഒപ്പോണൻ്റായിട്ട്. അങ്ങനെ റിങ്ങി കയറിയതും നമ്മുടെ സണ്ണിൻ്റെ ആ ഒരു ആദ്യത്തെ ഒരു പഞ്ചിൽ തന്നെ ആ ചെറുക്കനാണെങ്കിൽ അവിടെ വീണു പോവുകയാണ്.
അങ്ങനെ സണ്ണാണെങ്കിൽ അവൻ്റെ ആ ഒരു പാസ്റ്റ് ലൈഫിൽ അവൻ ആ റിങ്ങിൽ കയറിയതും ആ ഒരു ഫൈറ്റും കാര്യങ്ങളും എല്ലാം അവനാണെങ്കിൽ അപ്പോൾ അവിടെ ഓർക്കുന്നുണ്ടേ. അങ്ങനെ അടുത്ത ചെക്കൻ കയറുവാണേ റിങ്ങിലോട്ട്. എന്നിട്ട് അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീയല്ലേ പറഞ്ഞത് നീ ബോക്സിംഗ് ഒന്നും ട്രെയിൻ ചെയ്തിട്ടില്ല എന്ന്. അപ്പം അവൻ പറയുന്നുണ്ട്, അതെ ഞാൻ ബോക്സിംഗ് ഒന്നും ട്രെയിൻ ചെയ്തിട്ടില്ല എന്ന് പറയാണ്. എന്നിട്ട് അവൻ പറയാണ്, ഞാൻ ആദ്യമായിട്ടല്ല ഇവിടെ റിങ്ങിൽ കയറുന്നതെന്ന് പറയാണ്. ഇതിനു മുമ്പ് ഞാൻ ഒരു ബോക്സറിന് ബോക്സിംഗ് പാർട്ണറായിട്ട് നിന്നിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ ആ ചെറുക്കൻ ചോദിക്കുകയാണ് എത്ര നാളെന്ന് ചോദിക്കുമ്പോഴത്തേക്കും 5 വർഷമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നതും ആ ചെറുക്കൻ്റെ കിളിയെല്ലാം കൂടെ പറക്കുന്നുണ്ട്. പിന്നെ അവിടെ നല്ല സൂപ്പർ ഫൈറ്റാണ് നടക്കുന്നത്. അങ്ങനെ നല്ല കണക്കിന് തന്നെ കൊടുക്കുന്നുണ്ട് സണ്ണ്. അങ്ങനെ അടിയെല്ലാം കൊണ്ട് ആ ചെറുക്കൻ്റെ ബോധം പോകാറായിട്ടുണ്ട് ഏകദേശം. അത് കഴിഞ്ഞ് അടുത്തവനെ റിങ്ങിലോട്ട് വിളിക്കുകയാണ് സണ്ണ്. അപ്പോൾ അവനാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് ഏകദേശം പേടിച്ച് വിറച്ച് നിൽക്കുവാണ്. എന്നിട്ട് ആ ചെറുക്കൻ പറയാണ്, നീ എന്നെ ഒന്നും ചെയ്യരുത്, നിനക്കിപ്പം ഓൾറെഡി മനസ്സിലായി കാണും ഞാൻ ആർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഇങ്ങനെ പറയുവാണ്. എന്നിട്ട് അവൻ അടിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും അവൻ പറയുകയാണ്, ഇല്ല എന്നെ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അങ്ങ് കീഴടങ്ങുവാണ് കേട്ടോ. എന്നിട്ട് എല്ലാ സത്യവും പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയാണ്, നിൻ്റെ ക്യാമറ നശിപ്പിച്ചത്, നിന്നെപ്പറ്റി റൂമേഴ്സ് പരത്തിയതെല്ലാം ഞാനാണ്. അത് സണ്ണി നിന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ പുറത്താക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അതുമാത്രമല്ല അവന് ഇതെല്ലാം എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചതെന്നൊക്കെ പറയാണ്. അപ്പം സണ്ണ് പറയാണ്, നീ എൻ്റെ ഈ ഒരു മെസ്സേജ് അവനിലോട്ട് എത്തിക്കണമെന്ന് പറഞ്ഞിട്ട് അവനൊരു നല്ലൊരു പഞ്ചും കൂടെ കൊടുക്കുവാണ്. അങ്ങനെ അടുത്ത സീനിൽ സണ്ണി ആണെങ്കിൽ ഇങ്ങനെ ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ ചെറുക്കനാണെങ്കിൽ ഇടിയെല്ലാം കൊണ്ടിട്ട് ഇങ്ങനെ കയറി വരുവാണ്. അപ്പോൾ അവനെ കണ്ടതും സണ്ണി ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട്, ആ മാനേജർ കജോൻ്റെ ആ ഒരു പുതിയ പയ്യനാണെങ്കിൽ എല്ലാവരും എടുത്തിട്ട് ഇടിച്ചെന്നൊക്കെ പറയുവാണ്. അപ്പോൾ ഇത് കേൾക്കുന്നതും സണ്ണി ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് അതെങ്ങനെ സംഭവിച്ചെന്ന് പറയുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയെന്ന് പറയാണ്. എന്നിട്ട് ആ ചെക്കനാണെങ്കിൽ സണ്ണിൻ്റെ ആ ഒരു മെസ്സേജ് പറയാണ്, നീ മാത്രമാണ് ഇവിടുത്തെ വലിയ ആളാണെന്ന് നീ വിചാരിക്കരുത്, എൻ്റെ പുറകിന് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ബാക്കർ ഉണ്ടെന്ന് ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇത് കേൾക്കുന്നതും അവനാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആ പുതിയ പയ്യൻ്റെ എല്ലാ ഡീറ്റെയിൽസും എനിക്കറിയണം, അതുമാത്രമല്ല അവനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്താക്കണമെന്നും പറയാണ്. അത് കഴിഞ്ഞ് മാനേജർ വിളിച്ച് സണ്ണിൻ്റെ അടുത്ത് പറയാണ് അവരുടെ ആ ഒരു കോൺട്രാക്റ്റ് മിസ്സായ കാര്യം, അതിപ്പോൾ സണ്ണിക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം സണ്ണ് പറയുന്നുണ്ട് അത് സാരമില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ സണ്ണാണെങ്കിൽ അവൻ്റെ ആ ഒരു ഓഡീഷന് വേണ്ടിയിട്ട് അവനിങ്ങനെ നല്ല പ്രിപ്പയർ ആയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് സണ്ണിൻ്റെ അടുത്താണെങ്കിൽ ആ ചെറുക്കനാണെങ്കിൽ സോറിയൊക്കെ പറയുന്നുണ്ട് ഇതുവരെ നടന്ന കാര്യത്തിനൊക്കെ. എന്നിട്ട് പറയാണ്, നിൻ്റെ മെസ്സേജ് ഞാൻ സണ്ണിയുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ടെന്ന് പറയാണ്. നിന്നെ മാത്രമല്ല സണ്ണി ടാർഗറ്റ് ചെയ്യുന്നതെന്നും കൂടെ പറയാണ് ആ ചെറുക്കൻ. അപ്പോൾ ഇത് കേൾക്കുന്നതും സണ്ണാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഓടിപ്പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് സണ്ണിൻ്റെ ആ ഒരു ഓഡീഷനാണ് കാണിക്കുന്നത്. അപ്പോൾ അവൻ ആദ്യമേയൊക്കെ നന്നായിട്ട് തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ജഡ്ജസും ഒക്കെ അവനിൽ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു. അങ്ങനെ പെട്ടെന്നാണ് അവിടെ ഒരു ക്യാമറയായിട്ട് കുറച്ച് ആളുകൾ വരുന്നത് അത് ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോഴത്തേക്കും ഇവനാണെങ്കിൽ ശരിക്കും അങ്ങ് പാനിക് ആവുകയാണ്. അവന് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അവന് ഫോക്കസ് ചെയ്യാനേ പറ്റില്ല. അവൻ്റെ ആ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളും എല്ലാം തെറ്റിപ്പോവുകയാണ്. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ പാനിക്കായിട്ട് അവിടെ അങ്ങ് വീഴുവാണ്. അങ്ങനെ ശരിക്കും അങ്ങ് ഭയങ്കരമായിട്ട് അവൻ പേടിച്ചു പോകുന്നുണ്ട്. അങ്ങനെ സണ്ണാണെങ്കിൽ വന്നിട്ട് സ്കൈയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അവൻ പറയുകയാണ്, എനിക്കറിയില്ല, മാനേജർ പറഞ്ഞത് അവിടെ ക്യാമറ ഇല്ലയെന്ന്, പക്ഷേ അവിടെ ക്യാമറ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഇരുന്നങ്ങ് ഭയങ്കരമായിട്ടും കരയാണ്. അപ്പോൾ അവൻ്റെ ഈ ഒരു കരച്ചിൽ കാണുമ്പോഴത്തേക്കും നമ്മുടെ സണ്ണിനാണെങ്കിൽ ശരിക്കും ദേഷ്യവും സങ്കടവും എല്ലാം വരുവാണ്. അവനാണെങ്കിൽ ഇപ്പം തന്നെ പോയി സണ്ണിക്കിട്ട് 2 കൊടുക്കണമെന്നുള്ളൊരു രീതിയിലാണ്. അങ്ങനെ സണ്ണാണെങ്കിൽ വന്നിട്ട് ജയിയുടെ അടുത്ത് പറയുകയാണ്, എനിക്ക് ഇപ്പം തന്നെ ഡയറക്ടർ ആർത്തറിനെ കാണണമെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും അവൻ ചോദിക്കുന്നുണ്ട്, ഡയറക്ടർ ആർത്തർ ഞാനാണെങ്കിലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുകയാണ്, നിങ്ങൾ ഡയറക്ടർ ആർത്തറൊന്നും അല്ല, നിങ്ങൾ ജെ ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ നിക് നെയിം പോലും ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് ജെ ചോദിക്കുകയാണ്, നീ ഡയറക്ടർ ആർത്തറിന് എങ്ങനെ പേ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അപ്പം അവൻ പറയുകയാണ്, ഞാൻ എൻ്റെ ബോഡി വെച്ചിട്ട് പേ ചെയ്യുമെന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, നീ ഇങ്ങനെ ഓരോന്ന് ഓഫർ ചെയ്തിട്ട് പിന്നെ നിൻ്റെ കൂടെ ബെഡ് ഷെയർ ചെയ്ത് ആരാന്ന് പോലും നിനക്ക് ഓർമ്മ കാണത്തില്ല എന്നൊക്കെ പറയാം. എന്നിട്ട് അവനാണെങ്കിൽ ഒരു ഹോട്ടലിൻ്റെ കാർഡ് എടുത്ത് കൊടുത്തിട്ട് പറയുന്നുണ്ട്, നീ ഇത് കൊണ്ട് അവിടെ ചെന്നാൽ മതി, നിനക്ക് അവിടെ ഡയറക്ടർ ആർത്തറിനെ കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സണ്ണാണെങ്കിൽ അത് വാങ്ങാൻ നോക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ആദ്യമേ ഇത് കൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ കൊടുക്കാതെ ഇങ്ങനെ കളിപ്പിക്കുകയാണ് അവനെ. എന്നിട്ട് പറയുകയാണ്, നീ ആദ്യമേ ഇത് വാങ്ങണമെങ്കിൽ എന്നെ ഒന്ന് സെഡ്യൂസ് ചെയ്യാനായിട്ട് പറയുകയാണ്. എന്നെ സെഡ്യൂസ് ചെയ്ത് നീ ഇത് വാങ്ങിച്ചോളാൻ പറയണം. അങ്ങനെ അവനാണെങ്കിൽ നൈസിന് വന്നിട്ട് സെഡ്യൂസ് ചെയ്തിട്ട് അത് വാങ്ങുന്നുണ്ട്. അങ്ങനെ ഡയറക്ടർ ആർത്തറിനെ കാണാനായിട്ട് അവൻ നല്ല സ്റ്റൈലായിട്ട് ഒരുങ്ങിയൊക്കെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ സിയാജോ എന്ന് പറഞ്ഞ ഇയാളാണ് കേട്ടോ. അപ്പോൾ ഇയാളുടെ പേര് സിയാജോ എന്നാണ്. അങ്ങനെ അവനാണെങ്കിൽ ആ ഹോട്ടലിൽ ചെല്ലുമ്പോൾ അവൻ്റെ ആ ഒരു ബോസും ഒക്കെ അവിടെ ഉണ്ട്. അങ്ങനെ അവിടെ ആണെങ്കിൽ ഈ SPG എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ ആ ഒരു പ്രസിഡൻ്റ് ആണെങ്കിൽ അത് സണ്ണീനെയൊക്കെ പറ്റിയിട്ട് പറയുകയാണ്. സണ്ണിക്ക് കിട്ടിയ ആ ഒരു അവാർഡും അത് കണക്ക് സണ്ണി മറ്റുള്ളവർക്ക് നല്ല എൻകറേജ്മെൻ്റ് ആയിരിക്കും, ഒരു മോട്ടിവേഷൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് സണ്ണീനെയൊക്കെ നന്നായിട്ട് പൊക്കി അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ ആ ഒരു സ്പീച്ചും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുവാണ്.
അങ്ങനെ സണ്ണാണെങ്കിൽ ഡയറക്ടർ ആർത്തറിനെ മീറ്റ് ചെയ്യാനായിട്ട് അവനാണെങ്കിൽ ഒരു ഷാമ്പെയിനൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതുമായിട്ട് വെയിറ്റർ പോകുമ്പോൾ അയാളെ ഫോളോ ചെയ്തിട്ട് ആ ഒരു റൂമിൻ്റെ അടുത്തോട്ട് എത്തുന്നുണ്ട് നമ്മുടെ സണ്ണ്. അങ്ങനെ ആ വെയിറ്ററിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അതും എടുത്തിട്ട് ആ റൂമിൻ്റെ അടുത്തോട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെല്ലുമ്പോഴാണ് ഇവനെ അവിടെ വെച്ചിട്ട് സണ്ണി കാണുന്നത്. അപ്പം സണ്ണി ചോദിക്കുന്നുണ്ട് നീ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ സണ്ണാണെങ്കിൽ അനങ്ങുന്നേ ഇല്ല. അപ്പോൾ സണ്ണിയാണെങ്കിൽ പറയണം ഇങ്ങനെ ആർക്ക് വേണമെങ്കിലും കയറി ചെല്ലാൻ പറ്റുന്ന റൂമൊന്നും അല്ല അതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ജെ ആണെങ്കിൽ ഇങ്ങനെ റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുവാണേ. അങ്ങനെ ഇറങ്ങി വരിക മാത്രമല്ല കേട്ടോ, നമ്മുടെ ചെക്കനെ പിടിച്ചിട്ട് അങ്ങനെ അങ്ങ് കിസ് ചെയ്ത് അകത്തോട്ടങ്ങ് കയറുവാണേ. അങ്ങനെ ഇവരുടെ ഈ ഒരു കിസ്സിങ് സീൻ കണ്ടുകൊണ്ട് വേറെ 2 പേരും കൂടെ ആ റൂമിൽ ഇരിപ്പുണ്ട്. അവരും ഡയറക്ടർ ആർത്തറിനെ കാണാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അയാൾക്കാണെങ്കിൽ ഏകദേശം കാര്യമൊക്കെ മനസ്സിലായിട്ട് അയാളാണെങ്കിൽ അയാളുടെ ആ ഒരു ഗ്രാൻഡ് ഡോട്ടറിനെ അവിടെ ഇരുത്തിയിട്ടങ്ങ് പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് നീ പ്രത്യേകം ജെയിനെ കെയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണിനെ അവിടെ ഇരുത്തിയിട്ട് അയാളങ്ങ് പോവുകയാണ്. എന്നിട്ട് ജെ പറയാണ് സണ്ണിൻ്റെ അടുത്ത് നീ ഇപ്പം എനിക്ക് താങ്ക്സ് പറയണം, കാരണം ഞാൻ നിന്നെ ഇപ്പോൾ സേവ് ചെയ്തതല്ലേ എന്ന് പറയാണ്. ഇനിയിപ്പം നീ എൻ്റെ അടുത്ത് താങ്ക്സ് പറഞ്ഞില്ലെങ്കിലും സാരമില്ല, നീ നിൻ്റെ ബോഡി വെച്ചിട്ട് എൻ്റെ അടുത്ത് താങ്ക്സ് പറഞ്ഞാലും മതി, അതാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറയാണ്. അങ്ങനെ ആ പെണ്ണാണെങ്കിൽ നമ്മുടെ ജെയുടെ അടുത്ത് വന്നിരുന്നിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഓരോന്നൊക്കെ അവൻ്റെ അടുത്ത് ഇങ്ങനെ പറയാണ്. അപ്പം അവനാണെങ്കിൽ പറയാണ് നീ നിൻ്റെ ബ്രെയിൻ യൂസ് ചെയ്യുക, ഇപ്പോഴത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് പെരുമാറാനൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണിനെ അവിടെ നിന്ന് ഓട്ടിച്ച് വിടുവാണേ. അങ്ങനെ ജെ ആണെങ്കിൽ പറയാണ് നിനക്ക് നന്നായിട്ട് അറിയാം എങ്ങനെ എന്നെ ഇഷ്ടപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ഇനി നമുക്ക് നമ്മളെപ്പറ്റി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അങ്ങ് ചാടി എണീക്കുകയാണ്. അപ്പം സണ്ണ് പറയുന്നുണ്ട് ഡയറക്ടർ ആർത്തർ ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവനങ്ങ് പോകാൻ പോവുകയാണ്. അങ്ങനെ ജെ ആണെങ്കിൽ അവനെ പിടിച്ച് ഫോഴ്സ്ഫുള്ളി അങ്ങ് കിസ് ചെയ്യുവാണ്. അങ്ങനെ കുറച്ച് അവരുടേതായ കുറച്ച് റൊമാൻസൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ അവരുടെ റൊമാൻസൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. അത് വേറെ ആരുമല്ല, ആ പെണ്ണാണ്. ആ പെണ്ണിൻ്റെ ഫോണാണെങ്കിൽ അവിടെ മറന്നു വെച്ചത് എടുക്കാനായിട്ട് വന്നതാണ്. ഭാഗ്യം നമ്മുടെ സണ്ണ് അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടെ. അതിനുശേഷം അവിടുന്ന് സണ്ണും തിരിച്ചിറങ്ങുന്നുണ്ട്. അടുത്ത സീനിൽ സണ്ണിനെയും മാനേജറിനെയാണ് കാണിക്കുന്നത്. അപ്പം മാനേജറാണെങ്കിൽ സണ്ണിന് പുതിയ ഓരോ കോൺട്രാക്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ പുതിയൊരു കോൺട്രാക്റ്റ് വന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് അതൊരു കോസ്റ്റ്യൂം ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ സണ്ണിൻ്റെ ഫേസ് ഒന്നും റിവീൽ ആവാത്തതുകൊണ്ട് മാനേജർ അത് വേണ്ടാന്ന് പറഞ്ഞതാണ്. പക്ഷേ നമ്മുടെ സണ്ണ് പറയുന്നുണ്ട് ഇല്ല അത് കുഴപ്പമില്ല, എനിക്ക് എന്താണെങ്കിലും ഞാൻ ചെയ്യുമെന്ന് പറയാണ്. അപ്പം മാനേജറും അത് സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സണ്ണാണെങ്കിൽ ചോദിക്കുവാണ് സ്കൈനെ പറ്റിയിട്ട്. അപ്പം മാനേജർ പറയുന്നുണ്ട് അത് അവനിപ്പം കുറച്ച് ബ്രേക്ക് വേണമെന്നാണ് അവൻ പറയുന്നത്, നീ അവന് കുറച്ച് സമയം കൊടുക്ക്, അവൻ ശരിയാവും, ഓക്കെ ആവും എന്ന് പറയാണ്. അങ്ങനെ അടുത്ത ദിവസം സണ്ണാണെങ്കിൽ അവൻ്റെ ആ ഒരു ആക്ടിങ് ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അവൻ്റെ കൂടെയുള്ള ഒരു ചെറുക്കനാണെങ്കിൽ വന്നിട്ട് സണ്ണിൻ്റെ അടുത്ത് സോറിയൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാത്തിനും. അപ്പം സണ്ണ് ചോദിക്കുവാണ് നീ എൻ്റെ അടുത്ത് ഫേക്കായിട്ട് നിന്നതിനാണോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ അവൻ ചോദിക്കുകയാണ് നീ ഇപ്പോഴത്തെ ഗോസിപ്പ് വല്ലതും അറിഞ്ഞായിരുന്നു ഡയറക്ടർ ആർത്തർ പുതിയ ഒരു ചെക്കനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിനെ പറ്റിയിട്ട്? ഇപ്പോൾ ആളുകളെല്ലാവരും ആ ചെറുക്കനെ പറ്റിയിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, നിനക്ക് വല്ലതും അറിയാമോയെന്ന് ചോദിക്കുകയാണ് അവൻ. അതുമാത്രമല്ല വേവാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു ആ ചെറുക്കൻ ഡയറക്ടർ ആർത്തറിൻ്റെ കൂടെ നിൽക്കുന്നത് സണ്ണി കണ്ടെന്നൊക്കെ. അതുമാത്രമല്ല ആ ചെറുക്കൻ്റെ പേര് എന്തോ വിയേർഡായിട്ടുള്ളൊരു പേരാണ്, മിസ്റ്റർ ടു ബഹത്ത് എന്നെങ്ങാണ്ടാന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്നതും നമ്മുടെ സണ്ണാണെങ്കിൽ ശരിക്കും ഷോക്കാവും. അവനിപ്പം മനസ്സിലായി നമ്മുടെ ജെ തന്നെയാണ് ശരിക്കും ഡയറക്ടർ ആർത്തർ എന്ന് കേട്ടോ. അപ്പം ഈ ഒരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ എപ്പിസോഡ് 5 ഇവിടെ എൻഡ് ആവുന്നത്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു എപ്പിസോഡാണ് ഇത്. ഇതിനകത്തൊരു ഫുൾ പാക്ക് ഓഫ് ഇമോഷൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിപ്പം ആക്ഷൻ ആണെങ്കിലും റൊമാൻസ് ആണെങ്കിലും സസ്പെൻസ് ആണെങ്കിലും അതേപോലെ തന്നെ സാഡ്നെസ് ആണെങ്കിലും എല്ലാം അടങ്ങിയിട്ടുള്ളൊരു വണ്ടർഫുള്ളായിട്ടുള്ളൊരു പാക്കേജായിരുന്നു കേട്ടോ ഈ ഒരു എപ്പിസോഡ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.